മൂന്നാഴ്ച കൊണ്ട് സുന്ദരി ചീര വളർന്നു വലുതായിരിക്കുന്നു. റോസ് കാലാണ് ഇവൾക്ക്. ഇത് ഞാൻ ചട്ടിയിൽ നട്ടതാണ്. ചട്ടിയിൽ നട്ടുകൊടുത്ത വലിയ ഉള്ളി ഇപ്പോൾ ഇത്രയും വളർന്നു കഴിഞ്ഞു. പഴയ ബക്കറ്റിൽ നട്ടുകൊടുത്തതാണ് കുറ്റിക്കുരുമുളക്. ഇപ്പോൾ ഇത്രയും വലുതായി, ഒരു മാസം കൊണ്ട്. കുമ്പത്തിൽ നട്ട മുരിങ്ങയാണ്. ഇപ്പോൾ ഇത് നല്ല പോലെ അവച്ചു വന്നിട്ടുണ്ട്. വെളുത്ത കാലുള്ള ഇറച്ചി മുരിങ്ങയാണ്. ഇത് കായ്ക്കുകയും ചെയ്യും. കറി വയ്ക്കാനും നല്ല ടേസ്റ്റുള്ള ഒരു ഇനം മുരിങ്ങയാണ്. ചിരട്ട കമഴ്ത്തി കൊടുത്തത് അതിലേക്ക് വേനൽ മഴയിലെ വെള്ളം ഇറങ്ങാതിരിക്കാനാണ്. അതിപ്പോൾ അമച്ച് പൊന്തി വന്നിട്ടുണ്ട്. 2 വർഷം കൊണ്ട് കായ്ക്കും എന്ന് പറഞ്ഞ് ഞാൻ വാങ്ങി വെച്ച പ്ലാവാണിത്. ഇപ്പോൾ ഇത് നന്നായിട്ട് വളർന്നു വന്നിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം 6 മാസമായി വെച്ചിട്ട്. ഇതിനൊരു ചരിവുണ്ട്. അപ്പോൾ ആ ചരിവ് നൂരാൻ വേണ്ടിയാണ് ഇങ്ങനെ കെട്ടിക്കൊടുത്തിരിക്കുന്നത്. ഇവിടെ ചകിരിച്ചോറ് വെച്ചിട്ടാണ് ഈ ഒരു കെട്ട് കെട്ടിയത്. അത് ഈ തണ്ടിലെ തോല് ഈ കയറ് കാരണം പോവാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു സൂത്രം പ്രയോഗിച്ചിട്ടുള്ളത്. കാച്ചിൽ അഥവാ കാവുത്ത് വേനൽ മഴയിൽ മുളച്ചു പൊന്താൻ തുടങ്ങി. ഇതിനി ഈ നെല്ലിമരത്തിലേക്കാണ് കയറ്റിവിടാൻ പോകുന്നത്. വേനൽ മഴ കഴിയുമ്പോൾ പൈനാപ്പിൾ ഇങ്ങനെ കായ തരും. നല്ല ഭംഗിയാണ് ഇവനെ കാണാൻ. മുള്ളാത്ത ഇപ്പോൾ കായ്ച്ചു നിൽക്കുന്നുണ്ട്. ഇത് വർഷം മുഴുവൻ കായ തരുന്നുണ്ട്. എത്ര വേനൽക്കാലമാണെങ്കിലും ഇത് കായ്ക്കുന്നു. വലിയ മരമായിട്ടുണ്ട്. ഇത് രക്തത്തിൽ HB കൂടാൻ സഹായിക്കുമെന്ന് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. വേനൽ മഴ 2 എണ്ണം കിട്ടിയിട്ടുണ്ട്. ഇതിലൊന്നും ചേന മുളയ്ക്കാൻ തുടങ്ങിയിട്ടില്ല. ഞാനപ്പോൾ വെയിലിൻ്റെ ചൂടേൽക്കാതിരിക്കാൻ ഇങ്ങനെ ഇലകളെല്ലാം ഇട്ട് കുഴി മൂടി മൂടി കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം ചേനക്കുഴികളാണ്. ഇത് പച്ചവഴുതനങ്ങയാണ്. ഇതിന് പൊടി കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇത് ഉപ്പേരി വെച്ചാൽ നന്നായിരിക്കില്ല. സാമ്പാറിലിട്ടാലാണ് ഇതിന് ടേസ്റ്റ് ഉണ്ടാവുക. ഇത് വയലറ്റ് വഴുതനങ്ങയാണ്. ഇത് ഉപ്പേരി വയ്ക്കാൻ വളരെ നല്ലതാണ്. വെയിലിൻ്റെ കാഠിന്യം കാരണം കായ കുറവാണ്. ഇത് മുത്തിളാണ്. ഇതിട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കാറുണ്ട്. വയറിലെ അസുഖങ്ങളൊക്കെ മാറാൻ ഉപയോഗിക്കുന്നു. നീണ്ടു വളരുന്ന വഴുതനയാണ്. നല്ല വലിപ്പം വയ്ക്കും. ഇനിയും ഇത് വലിപ്പം വയ്ക്കും. ഇത് ഉപ്പേരിക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും. മുറ്റത്ത് ഇങ്ങനെ വെച്ച് കൊടുത്തിരിക്കുകയാണ്. ഇതിപ്പോൾ നല്ല പോലെ കായ്ച്ച് കായ ലഭിക്കുന്നുണ്ട്. മീനത്തിലെ ചൂടാണ്. എന്നാലും പഞ്ചാരക്കണ്ണൻ വാഴ കുലച്ചിരിക്കുന്നു. വലിയൊരു കുല തന്നെയാണ്. അത് ഇനി മൂക്കാൻ തുടങ്ങുന്നതേ ഉള്ളൂ. ഇതിൻ്റെ മാണി കണ്ടാൽ തന്നെ അറിയാം. നല്ല വലുപ്പത്തിലാണ് കുല വരാൻ പോകുന്നത്. ഇതിൻ്റെ കുട്ടികളാണിതൊക്കെ. നല്ല ഹൈറ്റിൽ വളരുന്ന പഞ്ചാരക്കണ്ണൻ നാട്ടുപൂവനാണ് ഈ വാഴ. പലതരം വാഴകൾ തൊടിയിൽ ഞാൻ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പഴമാണ് പഞ്ചാരക്കണ്ണൻ. ഇത് പഴനിയിൽ നിന്നും കൊണ്ടുവന്ന ഗുവ, അടയ്ക്കാപ്പഴം എന്ന് പറയും, കൊയ്യാപ്പളം എന്ന് പറയും. അതാണ്. ഇതിൽ നിറയെ കായുണ്ട്. ഉള്ളിൽ നല്ല മധുരമുള്ള ഒരു തരം അടയ്ക്കാപ്പഴമാണ് ഇത്. ഇതിലും മീനമാസത്തിൽ കഴിക്കാൻ വേണ്ടി കായകൾ റെഡിയായി നിൽക്കുന്നു. ഈ മുരിങ്ങ നിറച്ച് പൂത്തിട്ടുണ്ട്. ഇത് കായ്ക്കുന്ന മുരിങ്ങയാണിത്. കറി വയ്ക്കാൻ പറ്റുകയില്ല. ഇത് വേനൽ മഴയിൽ മുളച്ചു പൊന്തിയ കറിവേപ്പ് തൈകളാണ്. നല്ല ഫ്രഷായ ഇലയാണ് മുളച്ച് വന്നിട്ടുള്ളത്. അമ്മയും നല്ല പോലെ അമച്ച് വരുന്നുണ്ട് വേനൽ മഴയ്ക്ക് ശേഷം. ഇത് വേനൽ മഴ കഴിഞ്ഞ ശേഷം നല്ല പോലെ കിളിർത്ത് വന്ന പൂളയാണ്. ബിസ്ക്കറ്റ് പൂളയാണ്. ചുവന്ന കാലാണ്.
ഇത് ഞാൻ തൊടിയിൽ വെച്ച് പിടിപ്പിക്കാറില്ല, കാരണം പെരിച്ചാഴി വന്ന് ഒക്കെ മാന്തി കഴിക്കും ഇതിൻ്റെ കിഴങ്ങ്. ഇത് മുറ്റം മുഴുവൻ ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് മഴയ്ക്ക് ശേഷം നല്ല പോലെ അവച്ച് വന്നിട്ടുണ്ട്. നല്ല ഹൈറ്റിൽ വളരുന്ന ഒരു തരം പൂള കൂടിയാണിത്. നിറയെ മാവിൻ്റെ ഇലയാണ് ഞാനിതിന് വളമായി ഇട്ട് കൊടുക്കാറ്. മഴയ്ക്ക് ശേഷം നല്ലപോലെ കിളിർത്ത് വന്ന മൊസാമ്പിയാണ്. ഇത് കായ്ക്കാറുണ്ട്. ഗുണ്ടുമാങ്ങയാണ് മുറ്റത്ത് നിൽക്കുന്നത്. ഇത് മെയ് മാസത്തിലാണ് പഴുക്കാറ്. നല്ല വലിപ്പം വരുന്ന ഒരു തരം മാങ്ങയാണിത്. നല്ല സ്വാദും ഉണ്ടായിരിക്കും. ഇത് വലിയ നാരകമാണ്. ഇത് പൂവിടാൻ തുടങ്ങുകയാണ്. ഇത് ഇതുവരെ കായ്ച്ചിട്ടില്ല. കായ്ക്കാനുള്ള തയ്യാറെടുപ്പാണ് ഈ വർഷം. നിറച്ച് പൂത്ത് നിൽക്കുന്നത് മുല്ലപ്പൂവല്ല, ചെറുനാരക പൂവാണിത്. മത്ത് പിടിപ്പിക്കുന്ന ഒരു മണമാണ്, ചെറുനാരങ്ങയുടെ അതേ മണം. ഇത് യാത്രയിൽ ആളുകൾ ഉപയോഗിക്കുന്നു ഛർദ്ദിക്കാതിരിക്കാൻ. നിറച്ച് കായ്ക്കുന്ന ഒരു ഇനമാണിത്. 2 ചെടിയാണുള്ളത്, ഒരു ചെറുതും ഒരു വലുതും. 10 വർഷമായി വെച്ചിട്ട്, വലിയ ചെടിയെ വെച്ചിട്ട് 10 വർഷമായി. അതും കായ്ക്കാൻ തുടങ്ങി. ഇത് ചെറുതാണ്, ചെറുതും നല്ല പോലെ കായ്ക്കുന്നുണ്ട്. ഇത് വെച്ചിട്ട് 5 വർഷമായിട്ടേ ഉള്ളൂ. അത് നഴ്സറിയിൽ നിന്നും വാങ്ങിയതായതുകൊണ്ട് വേഗം കായ്ച്ചു കിട്ടി. നാടൻ കായ്ക്കണമെങ്കിൽ ഒരു 10 വർഷമെങ്കിലും എടുക്കും. ഇത് കായ്ച്ചു കഴിഞ്ഞാൽ നിർത്തില്ല, അത് എപ്പോഴും കായ്ച്ചു കൊണ്ടേയിരിക്കും. അപ്പം ഇപ്പോഴും ഉണ്ട് ചെറുനാരങ്ങ. വേനൽമഴ പെയ്ത് കഴിയുമ്പോൾ നിറച്ചുണ്ടാവുന്ന ഒരു ഇലയാണിത്, തഴുതാമ. ഇതിൻ്റെ വെള്ളം തിളപ്പിച്ച് കുടിക്കാറുണ്ട് ആളുകൾ. വേനൽമഴ കഴിയുമ്പം അമച്ചു പൊന്തി വരുന്ന സീതാപ്പഴത്തിൻ്റെ ഇലകൾ. ഇനി ഇത് നിറച്ച് പൂക്കും. പൂത്ത ശേഷമാണ് കായ ഉണ്ടാവുക. നിറച്ച് കായ്ക്കാറുണ്ട്. ഇതുപോലെ കുറേ മരങ്ങൾ ഉണ്ട്. ഇത് വെളുത്ത മൂവാണ്ടനാണ്. മെയ് മാസത്തിലാണ് പഴുക്കുക. നിറച്ച് കായ്ച്ചു നിൽക്കുന്നുണ്ട്. ഇനി ഈ നിൽക്കുന്നത് കറുത്ത മൂവാണ്ടനാണ്. നിറച്ച് കായുണ്ട്. ഇത് മെയ് മാസത്തിൽ തന്നെയാണ് പഴുക്കാറ്. മുറ്റത്തെ വെളുത്ത കൊന്ന ഇത് നിറച്ച് പൂക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. വിഷുവിനാണ് പൂവ് നിറയുക. ഇപ്പോൾ നിറച്ച് പൂ മൊട്ടുണ്ട്. ഇതിൻ്റെ ഇലകൾ മുഴുവൻ കൊഴിഞ്ഞു ചാടിയത് ഞാൻ ചേനയുടെ കുഴിയിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി ഇതിൻ്റെ പൂവ് കഴിയുന്ന സമയത്ത് ഇതിൻ്റെ തളിരിലകൾ നിറച്ച് വരും. കാറ്റത്തിങ്ങനെ ആടിക്കൊണ്ടിരിക്കുന്ന ആ ഇലകൾ മെയ് മാസത്തിലെ ചൂടിൽ നിന്നും നല്ല തണുപ്പ് തരും നമുക്ക്. ആ ഇലയാണ് ഞാൻ മാങ്ങ പഴുക്കാൻ വേണ്ടി ഉപയോഗിക്കാറ്. നല്ല മഞ്ഞ നിറമായിരിക്കും ഈ ഇല വെച്ച് പഴുപ്പിക്കുന്ന മാങ്ങയ്ക്ക്. അത് ഞാൻ പിന്നീട് വീഡിയോ ചെയ്തിടുന്നതാണ്. വലിച്ചെറിഞ്ഞ കാന്താരി മുളകിൻ്റെ തൈകളാണ് വേനൽമഴ കഴിയുമ്പം മുളച്ച് പൊന്തി വരുന്ന മറ്റൊരു പച്ചക്കറി. ഇത് മത്തനാണ്. ഇതിന് വെള്ളം നനച്ച് നമ്മൾ നോക്കണം. അപ്പോൾ ഇത് പടർന്ന് ഓണം ആവുമ്പോഴേക്കും കായ തരും. പടവലമൊക്കെ ഇപ്പോഴാണ് കുഴിച്ചിടാൻ പറ്റിയ സമയം. വലിച്ചെറിഞ്ഞ വിത്തുകളൊക്കെ മുളച്ച് പൊന്തി തുടങ്ങി വേനൽ മഴ കൊണ്ട ശേഷം. അപ്പോൾ ഇത് വെണ്ടയാണ് മുളച്ച് വന്നിട്ടുള്ളത്. തൊടിയിൽ മുഴുവൻ ഇങ്ങനെ മുളച്ച് പൊന്താൻ തുടങ്ങിക്കഴിഞ്ഞു. ഇതിന് വെള്ളം നനച്ച് കൊടുക്കണം, മണ്ണും ഇളക്കി കൊടുക്കണം. വലിച്ചെറിഞ്ഞ കുമ്പളങ്ങിയും മുളച്ചു തുടങ്ങി. വലിയ തരം ഇളവം വിത്താണ് ഇത്.